അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഈ ഒരു ക്യൂട്ട് ലിറ്റിൽ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് കുറച്ചധികം കളേഴ്സ് യാൺ വേണം. നമ്മൾ സാധാ വലിയ പ്രൊജക്റ്റിനൊക്കെ യൂസ് ചെയ്ത് ബാക്കി വരുന്ന യാൺസൊക്കെ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതുപോലെ സ്മോൾ ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. സോ ഇതുപോലെ കുറച്ച് യാൺസ് മാത്രം മതിയാവും. അപ്പോൾ ഇതിലിപ്പോൾ നോക്കി അറിയാൻ പറ്റും ഞാനൊരു 6-7 കളേഴ്സോളം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്ര ഒരു വെറൈറ്റി കളേഴ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിൾ സ്റ്റിച്ചസ് ആണ്, നമ്മുടെ ബേസിക് സ്റ്റിച്ചസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ ഏതൊരു ബിഗിനർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഈ യൂസ് ചെയ്യാൻ പോകുന്ന യാൺസ് എല്ലാം തന്നെ കോട്ടൺ 4-ply യാൺസ് ആണ്. ഹുക്ക് സൈസ് വന്നിട്ട് 2 mm ആണ്. കാരണം നമുക്ക് കണ്ടറിയാം ഇത് സ്മോൾ ഫ്ലവേഴ്സ് ആണ്. സോ ഏറ്റവും ചെറിയ ഹുക്ക് സൈസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഫ്ലവർ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ആദ്യം തന്നെ നമ്മൾ ആ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കളർ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന യെല്ലോ ആണ്. യെല്ലോ ആണ് എടുക്കുന്നു. അത് വെച്ചിട്ട് ഇങ്ങനെ മാജിക് റിങ് ഇട്ട് കൊടുക്കുന്നു. ആദ്യം തന്നെ മാജിക് റിംഗ് ഒക്കെ നമ്മുടെ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സസ് കണ്ടാൽ മതി. സോ ഇപ്പോൾ ഞാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ മാജിക് റിങ് ഫോം ചെയ്തു. ഇനി ഞാനിതിലേക്ക് 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് 6 SC ആണ് കേട്ടോ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഏറ്റവും ബേസിക് സ്റ്റിച്ചായ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് റിങ്ങിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഈ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് 6 എണ്ണം ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സെക്കൻഡ് 1 ചെയ്തു, തേർഡ്, 4th, 5th ആൻഡ് 6th. അങ്ങനെ 6 സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഈ എൻഡ് പിടിച്ച് വലിച്ചിട്ട് നമ്മുടെ റിങ് അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. റിങ് ക്ലോസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റിച്ച് ഉണ്ടല്ലോ ഇത് അല്ലേ, ഏറ്റവും ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ച് അതിൻ്റെ മുകളിലത്തെ 2 ലൂപ്പിലും കൂടെ കേട്ടോ, ഈ ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും 2 ലൂപ്പിലും കൂടെ ആയിട്ട് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ ചെയ്യുക. കണ്ടോ, ഇങ്ങനെ 2 ലൂപ്പിലും കൂടി ആയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ എൻഡ് ഇവിടെ ഇങ്ങനെ കിടന്നോട്ടെ. പിന്നെ ഇത് നമ്മുടെ വർക്കിംഗ് ആണ് അല്ലേ. അപ്പോൾ ആ വർക്കിംഗ് ആളിനെ ഇങ്ങനെ ഒരു ലൂപ്പാക്കിക്കൊണ്ട് ഇതിൻ്റെ അകത്തൂടെ വലിച്ചെടുത്തിട്ട് ഓൾറെഡി ഈ ഹുക്കിൽ കിടന്ന ലൂപ്പിലൂടെ എടുത്തു. അതായത് സ്ലിപ്പ് സ്റ്റിച്ച് ഫോം ചെയ്തു. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച്. അതിൻ്റെ 2 ലൂപ്പിലും കൂടിയായിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് ഇത് വർക്കിംഗ് ആണ്. അതിലെ ഒരു ലൂപ്പിന് ഇങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ട് ഓൾറെഡി ഹുക്കിൽ കിടക്കുന്ന ലൂപ്പിൻ്റെ അകത്തൂടെ എടുത്തു. കണ്ടോ, സ്ലിപ്പ് സ്റ്റിച്ച്. അങ്ങനെ എന്നിട്ട് നമുക്ക് ഇതൊന്നും കൂടെ വലിച്ചിട്ട് ടൈറ്റ് ചെയ്യുക, റിങ് ക്ലോസ് ചെയ്യുക നന്നായിട്ട്. ഇപ്പോൾ നമ്മുടെ ആ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്കിവിടെ കിട്ടി. എന്നിട്ട് നമുക്കിനി ബാക്കി കുറച്ച് ലെങ്ത്തിൽ യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ എൻഡിനെ ഈ ഓൾറെഡി ഹുക്കിൽ കിടക്കുന്ന ഇതുണ്ടല്ലോ ലൂപ്പ്, അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ എടുത്ത് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പം നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്ക് കിട്ടി. ഞാനിവിടെ ടോട്ടൽ 3 ഫ്ലവേഴ്സ് അല്ലേ യൂസ് ചെയ്തേക്കുന്നത്. സോ എനിക്കിനി 2 കൂടെ ഇതുപോലെ ചെയ്യണം. നിങ്ങൾ എത്ര ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഈ ബൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഇതുണ്ടാക്കി വെക്കുക. ഇനിയിപ്പോൾ ഞാനൊരു അഡീഷണൽ 2 കൂടെ ചെയ്യണം. അപ്പോൾ ഞാൻ അഡീഷണൽ 2 കളേഴ്സ് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 3 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെറ്റൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ യെല്ലോയുടെ പെറ്റലായിട്ട് ഞാൻ ഈ ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ സെക്കൻഡറി കളർ ഏതാണോ അതെടുക്കുക. ഇനി നമുക്ക് സെക്കൻഡറി കളറിനെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം. പല രീതിയിൽ നമുക്ക് സെക്കൻഡ് കളറിനെ ഫസ്റ്റ് വണ്ണിലേക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. നമ്മൾ സിമ്പിളായിട്ട് സെക്കൻഡറി കളറിൽ ഒരു സ്ലിപ്പ് നോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. സ്ലിപ്പ് നോട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണാം. എന്നിട്ട് ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ സെൻറ്റർ പോർഷൻ ചെയ്തതാണ്. അതിൽ ഫസ്റ്റ് SCയിലേക്കാണല്ലേ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് അത് ജോയിൻ ചെയ്ത്. സോ തൊട്ടടുത്ത സ്റ്റിച്ച് ഇത് ഈ 2 ലൂപ്സ് കാണുന്നത്, അതായത് സെക്കൻഡ് SC ആയിട്ട് വരും. അതിൻ്റെ 2 ലൂപ്പിലേക്കും കൂടെ ആയിട്ട് ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഈ ആണെൻഡിനെ ഇങ്ങനെ ഹുക്കിൻ്റെ മുകളിലൂടെ വെക്കുക. എന്നിട്ട് നമ്മുടെ സെക്കൻഡ് കളറിനെ സ്ലിപ്പ് നോട്ടിനെ ഇങ്ങനെ ഹുക്കിൽ അറ്റാച്ച് ചെയ്തിടുക. എന്നിട്ട് ഇവിടെ യാണിങ്ങനെ കയ്യിൽ ചുറ്റിക്കൊടുക്കുക. ഈ ഇതിനെ കണ്ടോ, ഈ എൻഡിനെ നമ്മളിങ്ങനെ പിടിച്ചിട്ടുണ്ടാവണം. എന്നിട്ട് ഈ പുതിയ സെക്കൻഡറി കളറിനെ ഇങ്ങനെ എടുക്കുക. ഇതിൻ്റെ അകത്തൂടെ വലിച്ചെടുത്തു നമ്മുടെ ഈ സെൻറ്റർ പോർഷൻ്റെ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ അകത്തൂടെ. എന്നിട്ട് ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട്
ഈ സെക്കൻഡറി കളറിൻ്റെ എൻഡ് ഉണ്ടല്ലോ അത് പിടിച്ച് വലിച്ചിട്ട് അതിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ? അപ്പോൾ ഈ രണ്ട് എൻഡും ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ അതിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം 2 ചെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് 1 2 ചെയിൻസ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കുക. മേലെ ലിങ്ക് ആഡ് ചെയ്യാം. കണ്ടോ? ഇങ്ങനെ ഒരു ലൂപ്പ് വലിച്ചെടുക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്സ് ഉണ്ടാവും. ആദ്യത്തെ 2 എണ്ണത്തിൻ്റെ ഉള്ളിലൂടെ ഒരു ലൂപ്പ് വലിച്ചെടുത്ത് പിന്നത്തെ 2 എണ്ണത്തിനെയും കൂടെ ഒന്നാക്കും. ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷ്യ പറഞ്ഞ സ്റ്റിച്ച് അല്ലേ? ശ്രദ്ധിക്കുക, ഈ സ്റ്റിച്ച് ഞാൻ എങ്ങോട്ടാണ് ചെയ്തത്? നമ്മൾ ആ സെക്കൻഡറി കളർ അറ്റാച്ച് ചെയ്ത സെക്കൻഡ് എസ് എന്ന് പറഞ്ഞ സ്റ്റിച്ചില്ലേ, അതായത് 2 ചെയിൻസ് ഇട്ടിട്ട് അങ്ങോട്ടേക്ക് തന്നെയാണ് ഡബിൾ ക്രോഷ്യ ആഡ് ചെയ്തത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റി ഈ ഒരു സ്റ്റേജിലാണ്. തൊട്ടടുത്ത സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഇത് അതിലേക്കല്ല ചെയ്യേണ്ടത്. നമ്മളിവിടെ ഈ സെക്കൻഡറി കളർ അറ്റാച്ച് ചെയ്തുള്ള ഒരു സ്റ്റിച്ച് കണ്ടോ, നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. രണ്ടും സെയിം സ്റ്റിച്ചിൽ നിന്നാണ് പോയിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഈ ഒരു കാര്യം തെറ്റിപ്പോയാൽ നമ്മുടെ പെറ്റൽസ് കറക്റ്റ് ആയിരിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും സിമ്പിളായിട്ട് 2 ചെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ശ്രദ്ധിക്കുക. ഇനി ഇതെങ്ങോട്ടാണ് കണക്ട് ചെയ്യേണ്ടത് നോക്കൂ. തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക്. ഇപ്പോൾ ഈ 2 എണ്ണം ചെയ്ത സെയിം സ്റ്റിച്ചിലേക്കല്ല, തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ലൂപ്പ് വലിച്ചെടുത്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ ഹുക്കിൽ കിടക്കുന്ന ലൂപ്പിൻ്റെ അകത്തൂടെ വലിച്ചെടുക്കുന്ന ലൂപ്പിനെ കയറ്റുക. കണ്ടോ? ഇപ്പോൾ ഒരു പെറ്റൽ ഇവിടെ ഫോം ചെയ്തു. ഇനി നെക്സ്റ്റ് പെറ്റൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ചെയിൻസ് ആഡ് ചെയ്യണോ. 2 എന്നിട്ട് എങ്ങോട്ടാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തില്ലേ, അതായത് ഫസ്റ്റ് പെറ്റൽ അറ്റാച്ച് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ആ 2 ചെയിൻസ് ഇട്ട സെയിം സ്റ്റിച്ചിലേക്ക് തന്നെയാണ്, കണ്ടോ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. കണ്ടോ? ഇനി വീണ്ടും എന്താ ചെയ്യുക? 2 ചെയിൻസ് ഇടുക. എന്നിട്ട് തൊട്ടടുത്തതിലേക്കാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് അവിടെ തന്നെയാണ് 2 ചെയിൻസ് ഇടുക. വീണ്ടും ഡബിൾ ക്രോഷ്യ ആ സെയിം സ്റ്റിച്ചിലേക്ക് ചെയ്യുക. വീണ്ടും 2 ചെയിൻസ് ആഡ് ചെയ്യുക. തൊട്ടടുത്തതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ഇതാ ഞാൻ ഈ 2 എൻഡ്സും ഇങ്ങനെ ഒരുമിച്ച് ചെയ്ത് കൊണ്ടുപോയിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഹൈഡായി പൊക്കോളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെറ്റൽസ് എല്ലാം വർക്ക് ചെയ്യില്ലേ. അപ്പോൾ ഇതിനെ ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഇങ്ങനെ പിടിച്ച് ഒരുമിച്ച് കൊണ്ടുപോകണം. നമ്മൾ മുന്നത്തെ പ്രൊജക്റ്റിലൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൻ്റെ എടുത്ത് പറയാതിരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കണ്ടോ, 2 ചെയിൻസ് ഇട്ടു. 2 ചെയിൻസ് ഇട്ടതിന് ശേഷം വീണ്ടും ഇതാ ഞാൻ ഇവിടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തു. ഇപ്പോൾ നോക്കൂ, 4 പെറ്റൽസായി. ഇനി നമുക്ക് 2 എണ്ണം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു യാണേൻ്റെ തീർന്നു, 1 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും അങ്ങനെ ചെയ്ത് കൊണ്ടുപോകാം, ഹൈഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതൊക്കെ വീണ്ടും 5th പെറ്റൽ ചെയ്യാം അല്ലേ. 2 ചെയിൻസ് ഇടുക, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ആ സെയിം സ്പേസിലേക്ക് വർക്ക് ചെയ്യുക. വീണ്ടും 2 ചെയിൻസ് ഇട്ട് കൊടുക്കുക. തൊട്ടടുത്തതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു പെറ്റലിനും കൂടിയുള്ള സ്പേസ് ബാക്കിയുണ്ട്. അപ്പോൾ വീണ്ടും 2 ചെയിൻസ് ചെയ്യുക. ആ സെയിം സ്പേസിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ വർക്ക് ചെയ്യുക. 2 ചെയിൻസ് വീണ്ടും ഇട്ട് കൊടുക്കുക. 2 ചെയിൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തൊട്ടടുത്ത സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതാണ് ഫസ്റ്റ് റൗണ്ട്, അങ്ങോട്ടേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ നോക്കൂ, 1 2 3 4 5 6 പെറ്റൽസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എൻഡ് ചെയ്യണം അല്ലേ. ഫ്ലവറിൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ലെങ്ത്ത് നീട്ടിയിട്ടിട്ട് കട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ഫൈനലി എൻഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് കുറച്ച് നീട്ടിയിട്ടിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിന് ഫിനിഷ് ചെയ്യാം. ഈ ഹുക്കിൽ കിടക്കുന്ന ലൂപ്പിൻ്റെ അകത്തൂടെ ഇതിനെങ്ങനെ പിടിച്ച് വലിച്ചേക്കുക, ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ സെൻറ്റർ പോർഷൻസ് 2 എണ്ണം കൂടെ എക്സ്ട്രാ ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ആ 2ലും കൂടെ ഇതുപോലെ ഫ്ലവേഴ്സ് വർക്ക് ചെയ്തെടുക്കുക സെയിം വേ. അപ്പോൾ അതങ്ങനെ 3 ഫ്ലവേഴ്സ് ഞാനിവിടെ ടോട്ടൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ സ്റ്റെമ്മാണ്. അതിനി എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. സ്റ്റെം അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ എൻസ് അല്ലേ, ഈ എൻസ് ഒരു ഡാണിങ് നീഡിൽ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഹൈഡ് ചെയ്ത് നീറ്റാക്കി എടുക്കേണ്ടതുണ്ട്.
അപ്പോൾ അത് ഇതുപോലുള്ളൊരു നീഡിലേക്ക് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ ഇത് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുത്തേക്കുക. കുറച്ച് ലെങ്ത് ഇതുപോലെ ഹൈഡ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം. സെയിം വേ യെല്ലോയും ചെയ്യാം. ഇപ്പോൾ ഫ്ലവർ ഫിനിഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഡയറക്റ്റ് സ്റ്റെം ചെയ്യാം. സ്റ്റെം ചെയ്യാനായിട്ട് ഈ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ അകത്തേക്ക് എക്സ്ട്രാ ഒരു കളർ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം വേ നമുക്ക് ചെയ്യാം. ഒരു സ്ലിപ്പ് നോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ട് സ്ലിപ്പ് നോട്ട് ആഡ് ചെയ്യുക. കുറച്ച് ലെങ്ത് ഇട്ടോളൂ. ഫൈനലി ഹൈഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നീഡിൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ കുറച്ച് ലെങ്ത് വേണം. ഇനി നമുക്ക് സ്റ്റെം അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യേണ്ട എങ്ങോട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലാസ്റ്റ് പെറ്റൽ ചെയ്തില്ല, ആ ലാസ്റ്റ് പെറ്റലിനും ഫസ്റ്റ് പെറ്റലിനും ഇടയിലായിട്ട് നമുക്ക് ഇവിടെ കൺവീനിയൻ്റ് ആയിട്ട് ഒരു ഗ്യാപ്പ് കിട്ടുന്ന എവിടെ വേണമെങ്കിലും ഇവിടെ ഇപ്പോൾ ഇത് ഫസ്റ്റ് പെറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്പേസ് ആണ്. അവിടെയോ അല്ലെങ്കിൽ കുറച്ച് തൊട്ടപ്പുറത്തേലോ അത് എവിടെയായാലും പ്രശ്നമില്ല. എവിടെയാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഒരു സ്പേസ് കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ടതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹുക്കിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കാം. അങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം ഉടനെ തന്നെ ഒരു ചെയിൻ ഇടണം. എന്നിട്ട് ഇത് വലിച്ച് ഒന്ന് ലോക്ക് ചെയ്തേക്കണം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഇങ്ങനെ 3 ഫ്ലവേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇതിലാണെങ്കിൽ എങ്ങനെയാണ്, ഈ കളറാണ് ടോപ്പിൽ നിൽക്കുന്നത്. ഇതിൽ ആക്ച്വലി പെറ്റൽസ് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഡിഫറൻസ് ഉണ്ടാവും. അത് ഞാൻ വേറെ രീതിക്ക് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നമുക്ക് ഈ ഫ്ലവേഴ്സ് എത്ര രീതിക്ക് വേണമെങ്കിൽ പല ടൈപ്പിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പഠിക്കുന്ന ബേസിക് സ്റ്റിച്ചസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് പല ടൈപ്പിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ ഒരു ക്ലാസ് തന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ പ്രാക്ടീസാണ് ആക്ച്വലി. നമുക്ക് എല്ലാം ഇപ്പോൾ സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ ഇതെല്ലാം വെച്ചിട്ട് ഈ സെയിം ഫ്ലവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് ജസ്റ്റ് ജോയിൻ മെയിൽ ചെയ്താൽ മതി. ബാച്ച് ഇപ്പോൾ February 5 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, അപ്പോൾ ഇങ്ങനെ നമുക്ക് പല ടൈപ്പ് ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ 3 ഫ്ലവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ ഒന്ന് ഫിക്സ് ചെയ്യണം. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ 3 ഫ്ലവർ ഇവിടെ ചെയ്തല്ലേ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കുക. നിങ്ങൾക്ക് ഏതാണ് ടോപ്പിൽ വേണ്ട കളർ, അതായത് ടോപ്പിൽ ഒരു ഫ്ലവർ വയ്ക്കും, ലെഫ്റ്റും റൈറ്റും ഓരോ ഫ്ലവേഴ്സ് വയ്ക്കും അല്ലേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത്, ചിലർക്ക് ഇങ്ങനെ ആയിരിക്കും താല്പര്യം ഉണ്ടാവുക, ചിലർക്ക് ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്യാനായിരിക്കും. അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിങ്ങനെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ 2 കളേഴ്സ് ലെഫ്റ്റും റൈറ്റും, ഇത് ടോപ്പിലും. അപ്പോൾ ഈ ടോപ്പിൽ ഈ ഫ്ലവറിൻ്റെ സ്റ്റെം ചെയ്യുന്ന ചെയിൻസിൻ്റെ നമ്പർ ആയിരിക്കില്ല നമ്മൾ ഈ 2 എണ്ണത്തിനും യൂസ് ചെയ്യുക. എല്ലാം കണ്ടോ, ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഡിഫറെൻറ്റ് ലെങ്ത് അല്ലേ, ഈ ഓരോ സ്റ്റെമ്മും ഡിഫറെൻറ്റ് ലെങ്ത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കൗണ്ട് പറഞ്ഞുതരാം. ഈ ഒരു ഫ്ലവർ ഇവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്, ബാക്കിയുള്ളതിൻ്റെ കൗണ്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ സെയിം വേ നിങ്ങളത് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ടോപ്പിൽ ഇരിക്കുന്ന ഫ്ലവറിൻ്റെ സ്റ്റെം ചെയ്യുമ്പോൾ നിങ്ങൾ ടോട്ടൽ ആദ്യം തന്നെ ഇടേണ്ട ചെയിൻസിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 ഇടുക. പിന്നെ ഈ ലെഫ്റ്റിലിരിക്കുന്നത് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പം ഞാൻ വർക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് 11 ചെയിൻസ് ഇട്ടിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇത് ഫൈനൽ 7 ചെയിൻസ് ആയിരിക്കും ഇടുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആ സെയിം വേ നിങ്ങൾക്ക് ഇതും വർക്ക് ചെയ്യാം. പക്ഷേ ആ സ്റ്റാർട്ട് ചെയ്യുന്ന ചെയിൻസിൻ്റെ നമ്പറാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് 11 ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്നു. ഇത് 7 ആൻഡ് ഇത് 16. അപ്പോൾ നമുക്ക് 11 ഇട്ടിട്ട് എങ്ങനെയാണ് സ്റ്റെം വർക്ക് ചെയ്യാന്നുള്ളത് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 11 വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ കളർ ഇവിടെ അറ്റാച്ച് ചെയ്തു അല്ലേ. ഇനി ഇവിടെ ചെയിൻസ് ഇട്ട് കൊടുക്കാം. 1 2. അതുപോലെ ഈ ചെയിൻസ് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ഒരിക്കലും ഇത് കുറച്ച് ടൈറ്റായിട്ട് ഈ ചെയിൻസ് ഇടരുത്. കാരണം നമ്മൾ ഈ 11 ചെയിൻസ് ഇട്ടതിന് ശേഷം ഇത് തിരിച്ചിങ്ങോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട് ഇത് ടൈറ്റായി പോയി കഴിഞ്ഞാൽ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഹുക്ക് നോക്കി അറിയാൻ പറ്റുമല്ലേ, ഇവിടെ ഉള്ള ഒരു തിക്നെസ് അല്ല ഇവിടെ വരുമ്പോൾ. അപ്പം ഞാനിപ്പോൾ ചെയിൻ ഇടുവാണെങ്കിൽ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ചെയിൻസ് ഇട്ട് പോയെന്ന് ഓർത്തോ. ഇങ്ങനെയും ചെയ്യാമല്ലോ നമുക്ക്, ഇങ്ങനെ ഇട്ട് പോയെന്ന് ഓർത്തോ. അപ്പോൾ എനിക്ക് ഈ സ്റ്റെം ഇതിൻ്റെ സൈസ് തന്നെ മാറി കണ്ടോ, വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ സ്റ്റെം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ടിങ് മുതൽ കാണിച്ചു തരാം ഒന്നുകൂടെ. ഈ ഹുക്കിൻ്റെ ഈ ഒരു പാർട്ട് കണ്ടോ,
ഈ ഒരു സൈസിനാണ് ചെയിൻസ് ഇട്ട് പോകുന്നത്, വളരെ ലൂസായിട്ട് കേട്ടോ. ഇത് 1 ഇങ്ങോട്ട് കയറ്റി കണ്ടോ, 2 ഇങ്ങോട്ടെടുത്തു, 3 തിരിച്ചിങ്ങോട്ടെടുത്തു, 4 5 6 7 8 9 10 11 കണ്ടോ. ഇതിൻ്റെ സൈസ് കണ്ടോ, സൈസ് ചെയിൻസ് ഇട്ട സൈസ് നല്ല വ്യത്യാസമുണ്ട്. അല്ല, ഇവിടെ വെച്ചിടുന്ന ചെയിൻ്റെ സൈസും ഇവിടെ വെച്ചിടുന്ന ചെയിൻ്റെ സൈസും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ മാക്സിമം ആ ഒരു സൈസ് കിട്ടുന്ന പോലെ വേണം അത് വർക്ക് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചെങ്ങനെയാണ് സ്റ്റെം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ തിരിക്കുക കേട്ടോ, വർക്ക് തിരിക്കുക. അപ്പം നമുക്ക് കാണാനായിട്ട് പറ്റും, ഇവിടെ കണ്ടോ ഒരു ലൂപ്പ് അല്ലേ, ഈ ഇവിടെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു കുഞ്ഞു ലൂപ്പ് പോയിക്കണ കാണാം. അതാണ് ബാക്ക് ബമ്പ് എന്ന് പറയും. നമ്മൾ ഏറ്റവും ബേസിക് ക്ലാസ്സിൽ, അതായത് സ്ലിപ്പ് നോട്ട് ആൻഡ് ചെയിൻസ് പഠിച്ച സമയത്ത് ചെയിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക്, ഫ്രണ്ട് ലൂപ്പ്, ബാക്ക് ബമ്പ്. ആ ബാക്ക് ബമ്പിലാണ് നമ്മൾ നെക്സ്റ്റിന് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. കണ്ടോ ഇവിടെ. അപ്പോൾ ഈ തൊട്ടടുത്ത ഇതില്ലേ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് തിരിക്കുമ്പോൾ തന്നെ ഈ ലാസ്റ്റ് ഒരെണ്ണം കാണാം, അത് സ്കിപ്പ് ചെയ്തേക്കൂ. തൊട്ടടുത്തത് എടുക്കുക കണ്ടോ, അതിൻ്റെ അകത്തൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. ഇത്ര ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വെച്ചിട്ട് ചെയിൻസ് ലൂസായി ഇട്ടതുകൊണ്ടാണ്. ഇവിടെ വെച്ചിട്ടിട്ട ചെയിൻസ് ആണെങ്കിൽ ഈ ലൂപ്പിലൂടെ അത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളൂ സ്റ്റെം ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ബാക്ക് ബമ്പിലൂടെ ഹുക്ക് കടത്തി കൊടുത്തു, ഒരു ലൂപ്പ് വലിച്ചെടുക്കുക, എന്നിട്ട് ബാക്ക് ബമ്പിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യം എടുക്കുക, എന്നിട്ട് ഓൾറെഡി ഹുക്കിൽ കിടന്നിരുന്ന ഇതിൻ്റെ അകത്തൂടെ എടുക്കുക. കണ്ടോ, ബാക്ക് ബമ്പിലൂടെ നമ്മൾ ഫസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി ഒന്നുമില്ല, സിമ്പിളായിട്ട് എല്ലാ ബാക്ക് ബംസിലൂടെ നമുക്കിതുപോലെ കണ്ടോ ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റ് വരെ ചെയ്തെടുത്താൽ മതി. ഇതാ, ഒന്നുപോലും സ്കിപ്പായി പോവാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കണ്ടോ, ഞാൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ചെയിൻസ് ലൂസായി ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ലാസ്റ്റ് വരെ നമ്മളിത് ചെയ്തെടുക്കുക. ലാസ്റ്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് തിരിച്ച് ഇൻസേർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതായത് ഓൾറെഡി ഹുക്കിൽ കിടക്കണില്ലേ ഒരു ലൂപ്പ്, അതിൻ്റെ അകത്തൂടെ വലിച്ചിട്ട് ഇതിങ്ങനെ നീട്ടി കൊടുക്കുക. പറഞ്ഞാൽ കുറച്ച് നീട്ടിയിട്ടിട്ട് ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് എന്താ, ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇതും ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ രണ്ട് എൻഡ്സും കൂടിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇനി ഒന്നുകൂടെ സെക്യൂർ ചെയ്യാം കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റെമ്മ് ഫ്ലവറിൽ വർക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഇത് 11 ചെയിൻസ് ഇട്ടത് കൊണ്ട് ഈ ഒരു ലെങ്ത്ത് കിട്ടി. ഇനി നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ അല്ലേ, ഈ ഫ്ലവറിൽ എത്ര ഇടുക, 16 ചെയ്യുക, അതുപോലെ ഇതിൽ 7 ചെയ്യുക. അപ്പോൾ ഈ കിട്ടുന്ന ഈ ലെങ്ത്ത് വാരി ചെയ്തുകൊണ്ടിരിക്കും. നമുക്കറിയാം ഇതിനിങ്ങനെ ഈ ഒരു ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പല പല ലെങ്ത്തിൽ സ്റ്റെം കിട്ടണം. അപ്പോൾ അങ്ങനെ കിട്ടാനായിട്ട് നിങ്ങൾ ഈ കാണിച്ച സെയിം വേ, എന്താ ചെയിനിൻ്റെ നമ്പറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഈ സെയിം രീതിക്ക് ഈ രണ്ട് ഫ്ലവേഴ്സിനും കൂടെ ചെയ്തെടുക്കണം. ഇനി നമുക്കിപ്പോൾ ഇതും ഫിനിഷ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നീഡിൽ അറ്റാച്ച് ചെയ്ത് ഹൈഡ് ചെയ്യാം. പക്ഷേ ഇവിടെ അത് ഹൈഡ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പണി തീരും. അപ്പോൾ കുറച്ച് ഈ ഫെവിക്വിക്ക് ഉണ്ടല്ലോ, കുറച്ച് ആ നോട്ടിൻ്റെ അവിടെ മാത്രം ആക്കി കൊടുക്കുക. അധികം ഇതാക്കി കൊടുത്താൽ ആവുന്ന ഭാഗം കല്ല് പോലെ ആയി പോവും. അപ്പോൾ അത് ഓവറാവാതെ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് അഴിഞ്ഞു പോവാതിരിക്കാനായിട്ട് ഒരു ശകലം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇതിവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതൊക്കെ പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. അങ്ങനെയും ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ ചെയ്യുന്ന വഴി ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ഫ്ലവർ നമ്മളിവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സെയിം വേ ഈ രണ്ടെണ്ണം കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ബഡും കൂടെയാണ്. അപ്പോൾ ഇനി അതെങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ബഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വർക്ക് ചെയ്യേണ്ട പാർട്ട് സ്റ്റെമ്മാണ് കേട്ടോ.
ഫ്ലവേഴ്സ് ചെയ്തപ്പോൾ ഫ്ലവർ ചെയ്തിട്ട് പിന്നെ സ്റ്റെം അറ്റാച്ച് ചെയ്യല്ലേ ചെയ്തത്, നേരെ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് 25 ചെയിൻസ് ആണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും നേരത്തെ പറഞ്ഞ പോലെ വളരെ ലൂസായിട്ട് ഈ ഒരു ഭാഗത്ത് ഹുക്കിൻ്റെ ഈ ഒരു വിട്ട് കൂടിയ ഭാഗത്ത് കൂടെ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതാ 25 ചെയിൻസ് ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലവറിൻ്റെ ചെയ്തില്ലേ അതേപോലെ ബാക്കിൽ വരിക, ഫസ്റ്റ് ബാക്ക് ബമ്പ് സ്കിപ്പ് ചെയ്യുക, നെക്സ്റ്റ് മുതൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ മൊത്തം ഈ എൻറ്റയർ ലെങ്ത്തും ഓരോ ഇതിലും ഒന്നുപോലും വിട്ടുപോവാതെ എല്ലാത്തിലും ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റെമ്മ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ ലാസ്റ്റത്തേൽ വരെ ഇത് ചെയ്തെടുക്കുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അതിന് ശേഷം നമുക്ക് യാൺ കട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഹുക്കിൽ കിടക്കുന്ന ലൂപ്പിൻ്റെ അകത്തൂടെ അതിനെ പിടിച്ച് ഇങ്ങനെ വലിച്ച് ക്ലോസ് ചെയ്തേക്കുക. കണ്ടോ? ഇനി കണ്ടോ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പ് ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ അവിടെയുള്ള ഇവിടെയാണ് നമ്മൾ ബഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതാണോ ബഡ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കളറ് അതെടുക്കുക, സ്ലിപ്പ് നോട്ട് ഇടുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സ്പേസ് ആയതുകൊണ്ട് ഇങ്ങോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അതിലെ ഈ സെക്കൻഡറി കളറിൻ്റെ സ്ലിപ്പ് നോട്ടിനെ അറ്റാച്ച് ചെയ്യാം. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത സെയിം വേ ഇങ്ങനെ അകത്തേക്ക് എടുക്കുക, എന്നിട്ട് ഒരു ചെയിൻ ഇടുക. അപ്പോൾ തന്നെ ഈ എൻഡ് പിടിച്ച് വലിച്ചൊന്ന് ക്ലോസ് ചെയ്തേക്കുക. ദെൻ 2 ചെയിൻസ് ആഡ് ചെയ്യുക, 1 2. ഇനി സെയിം സ്പേസിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഈ സ്ലിപ്പ് നോട്ട് അറ്റാച്ച് ചെയ്ത് അങ്ങോട്ട് എന്താ വർക്ക് ചെയ്യാൻ പോകുന്നത്, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ ആ സെയിം സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരു 4 ഡബിൾ ക്രോഷ്യേസും കൂടെ നമ്മൾ ഈ സെയിം സ്പേസിലേക്ക് തന്നെ വർക്ക് ചെയ്ത് കൊടുക്കും. 1 2 3 and 4. ഇങ്ങനെ വർക്ക് ചെയ്തതിന് ശേഷം ഈ കുറച്ചിങ്ങനെ വലിച്ചിട്ടിട്ട് അഴിഞ്ഞു പോകാതിരിക്കാനാണ് ഹുക്ക് ഊരുക. എന്നിട്ട് നമ്മളിവിടെ ഫസ്റ്റ് ചെയ്തില്ലേ, ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ മേലുള്ള ആ വി ലൂപ്പ് ഇത് അതിൻ്റെ അകത്തൂടെ ഹുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഈ സൈഡിൽ നിന്ന് ചെയ്യണം, ബാക്കിൽ നിന്ന് ചെയ്യരുത്. എന്നിട്ട് ഈ ലൂപ്പിനെ ഹുക്കിൽ കടത്തിയിട്ട് അതിനെ ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ വലിച്ചെടുക്കണം. കണ്ടോ? ഇതാണ് കേട്ടോ പോപ്കോൺ സ്റ്റിച്ച്. നമുക്കിത് ടൂലിപ്സ് ഉണ്ടാക്കാൻ അങ്ങനെ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യത്തിന് നമ്മളത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സിമ്പിളല്ലേ? ഇനി നമുക്ക് ബഡ് റെഡിയായി. ഞാൻ കട്ട് ചെയ്യാം. ഇനി ഈ ലൂപ്പിൻ്റെ അകത്തൂടെ ഇതിനെ പിടിച്ച് വലിച്ചിങ്ങനെ ടൈറ്റ് ചെയ്ത വർക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇനി ഈ കിടക്കുന്ന ഈ എൻഡ്സ് 3 ഉണ്ടല്ലോ, ഇതിനെയൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ബഡിൻ്റെ ടോപ്പിലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ 3 കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ വലിച്ചെടുക്കുക, മുകളിലേക്ക് പുള്ള് ചെയ്യുക. ഇങ്ങനെ പുള്ള് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ ഞാൻ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്, ശകലം വളരെ കുറച്ച്. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക. ദെൻ നമുക്കിതിനിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ അകത്തൂടെ കയറ്റി വലിച്ചില്ലേ 3, അത് മാത്രമേ കട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇവിടെ ഈ കിടക്കുന്ന ലാസ്റ്റ് നമ്മൾ ചെയ്ത് ഇട്ടായ ആണെൻ്റെ കട്ട് ചെയ്യരുത്. കട്ട് ചെയ്ത് മാറ്റാം. ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇതാ ഈ എൻഡ് ഉണ്ടല്ലേ, അതിനെ നമുക്ക് യെല്ലോ തന്നെ ആയതുകൊണ്ട് ഈ ഓൾറെഡി ചെയ്ത സ്റ്റിച്ചസിൻ്റെ അകത്തൂടെ ഇങ്ങനെ എടുത്ത് വിട്ടിട്ട് ഹൈഡ് ചെയ്താൽ മതി. ഹുക്ക് തന്നെ യൂസ് ചെയ്തിട്ട് കുറച്ചിങ്ങനെ അഴിഞ്ഞു പോകാത്ത തരത്തിൽ കുറച്ചിങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഹൈഡ് ചെയ്യാം. ബാക്കി കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ
അപ്പോൾ അത് ഇങ്ങനെ നീറ്റായിട്ട് നിന്നോളും, കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും അപ്പോൾ അത് നീറ്റായിട്ട് കിട്ടി, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ അസംബ്ലിങ് ആണ്. ഇപ്പോൾ ഇവിടെ ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അസംബ്ലിങ് ആണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു മോഡലിലാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഈ ഒരു രീതിക്ക്. അതിന് ടൈ ചെയ്യുമ്പോൾ പൊസിഷൻ ഒന്നുകൂടെ കറക്റ്റ് ആയിക്കോളും. ടൈ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളർ യാണ് എടുക്കുക. ഞാൻ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ സാധാ ബോക്കെ കിട്ടുന്ന പോലെ അതിനെ കെട്ടിക്കൊടുക്കുക. ഇനി ഒരു കുട്ടി ബോ കൂടെ കെട്ടിക്കൊടുത്തേക്കുക. അതിൻ്റെ സൈസൊക്കെ ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി ഞാൻ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ലെങ്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ കുറച്ച് താഴത്തേക്ക് കിടക്കുന്ന പോലെയാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് താഴത്തേക്ക് നീട്ടിയിട്ടിട്ട് കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ വലിച്ചിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഇതിൻ്റെ കളേഴ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ബഡ്സിൻ്റെ നമ്പർ, ഈ സ്റ്റെമ്മിൻ്റെ ലെങ്ത്ത്, ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ചെയിൻസിൻ്റെ എണ്ണം കൂട്ടി എന്താവും, ഇതിൻ്റെ ലെങ്ത്ത് കൂടും. പിന്നെ അതുപോലെ ബഡ്സ് വേണമെങ്കിൽ ഇനി 1 or 2 നിങ്ങൾക്ക് ആഡ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന്. അതൊക്കെ ഇനിയിപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച്, ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇനിയിപ്പോൾ നമുക്കിതിൽ കീ ചെയിൻസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ എന്താണ്, സിമ്പിളാണ്. ഇതുപോലെയുള്ള കീ ചെയിൻസ് ആക്സസറീസ് നമുക്ക് കിട്ടും അല്ലേ. അത് ജസ്റ്റ് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നമുക്ക് എവിടെ വേണേ അല്ലേ, എല്ലാം ലൂപ്സാണ്. ഇവിടെ ഇങ്ങനെ ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നല്ലൊരു അടിപൊളി കീ ചെയിനായി. അങ്ങനെ പിന്നെ നമുക്ക് എവിടെ വേണേ വെക്കാമല്ലോ അല്ലേ. എന്ത് ഐറ്റം, ബേബി ഫ്രോക്കിലോ ബാഗിലോ പേഴ്സിലോ ക്രോഷയുടെ എന്ത് ഐറ്റംസ് വേണേൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത്രയ്ക്കൊരു എന്താ പറയുക, സിമ്പിൾ ക്യൂട്ട്, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ഐറ്റമാണ്. പക്ഷെ അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഇതിൽ പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഇത് നോക്കൂ നിങ്ങൾ, ഞാൻ ഇവിടെ പിടിച്ചെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കില്ല, സ്റ്റിഫായിട്ട് ഇരിപ്പുണ്ടല്ലേ. പക്ഷെ ഇപ്പോൾ ഇത് ഇവിടെ പിടിച്ചതേ എല്ലാം കൂടെ താഴ്ത്തു പോകും. അപ്പോൾ ഇതിനും നമുക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഗ്ലൂ ഇല്ലേ, ഫെവിക്വിക്ക്, ഇത് തന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഒരു ഐഡിയ ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ ഇവിടെ ആക്കി കൊടുക്കുക, ഇവിടെ വെക്കുക. അതായത് ജസ്റ്റ് ഈ ഓവർലാപ്പി കറക്റ്റ് ഇതിങ്ങനെ പ്ലേസ് ചെയ്യുക, നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ. എന്നിട്ട് ഇങ്ങനെ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ ഗ്ലൂ ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ ബാക്കിൽ തുന്നി പിടിപ്പിക്കേണ്ടതൊക്കെ വരും, പിന്നെ ആ നൂല് ഹൈഡ് ചെയ്യാൻ പോകണം, അങ്ങനെ കുറേ പരിപാടിക്ക് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഈ പറഞ്ഞ പോലെ ഒരുപാടാവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയും ചെയ്യാം വേണം എന്നുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കണ്ടോ, അങ്ങനെ ഹൈഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇത് സ്റ്റിഫായില്ലേ, അങ്ങനെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഇതുപോലുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് വീഡിയോസ് ചെയ്യാനൊരു ഇൻസ്പിറേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.